ഞങ്ങൾ കട്ടപ്പന ചെയ്യുമ്പോൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന വേഷം അഭിനയിച്ചിട്ട് ഞാനും ധർമ്മേട്ടനും കൂടി. അന്ന് ധർമ്മേട്ടൻ 41 വയസ്സിട്ട്. അതാണ് എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന മോട്ടിവേഷൻ. പിന്നെ ഇതിൽ നമ്മൾ ക്യാരക്ടറിന് ഒരു വേറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമ്മൾ ഓഡിയൻസ് പറയുമ്പോൾ നമ്മുടെ സലീമേട്ടൻ പറയണ്ടല്ലോ, അത് ഈ മുതുക്കൻ +2 പാസ്സാവാത്ത ഒരു കരക്കാരുള്ളൊരു ചോദിക്കുന്നുണ്ട്. അത് പാസ്സായി പോകാനിട്ടാണ്. +2കാരൻ്റെ പ്രായമല്ല ചന്തുവിന്, വേറെ ചില ഇഷ്യൂസ് കൊണ്ട് പാസ്സാവാണ്ട് അങ്ങനെ +2 കണ്ടിന്യൂ ചെയ്യണമല്ലോ. അല്ലപ്പോൾ എനിക്ക് എല്ലാവരും ചോദിച്ചു ഫുൾ ആക്ഷൻ പടം എന്ന് പറയുമ്പോൾ അതൊരു വെല്ലുവിളിയാണോ? പക്ഷെ എനിക്ക് അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടറിന് ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്. ചന്തു എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു അച്ഛൻ്റെ മകനാണ്, പോലീസുകാരൻ്റെ മകനാണ്. അപ്പോൾ ചെറുപ്പത്തിലെ ആ ചന്തുവിനുണ്ടായ ട്രോമ ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ത്രൂ ഔട്ട്. അതാണ് ഇയാളുടെ ഒരു ഇമോഷൻ. അങ്ങനെയാണ് ശ്രീതേട്ടൻ എൻ്റെ അടുത്ത് ഞങ്ങൾ ഈ കഥ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയൊരു എന്താ പറയുക ഷെയ്ഡ് ക്യാരക്ടറിന് അത് പിടിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക്. അതെ അതെ തീർച്ചയായിട്ടും. നമുക്ക് സന്തോഷമുള്ളൂ, പുള്ളിക്ക് എന്തെങ്കിലും കുഴപ്പമെന്നുള്ളതായിരുന്നു നമ്മുടെ ടെൻഷൻ. പക്ഷെ പുള്ളി സന്തോഷത്തോടുകൂടി വന്ന് ചെയ്ത് പുള്ളിക്ക് അതൊരു വെല്ലുവിളിയായിരുന്നു. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ എന്തായാലും ആക്ഷൻ സീക്വൻസുകൾ പടത്തിലുണ്ട്. അപ്പം അതിനുവേണ്ടി ഒന്ന് കുറച്ച് എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യണം, ഒന്ന് ഫ്ലെക്സിബിൾ ആവണം, കരാട്ടേക്ക് പോയാലോ എന്നൊക്കെ ഉണ്ടായി. കരാട്ടക്കാരിയുടെ വേഷത്തിന് ജയശ്രീ കോച്ചിങ്ങിന് പോയപ്പോൾ ഞാനും കൂടെ പോവുകയൊക്കെ ചെയ്തു. പക്ഷെ മാസ്റ്റർ അപ്പോൾ കൺസീവ് ചെയ്തൊരു സാധനം മാസ്റ്റർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഇത് +2 പഠിക്കുന്നൊരു പയ്യന് ഉണ്ടാവുന്ന ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത, ഒട്ടും കമ്പോസ്ഡ് അല്ലാത്ത ആ ഫീലാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ മാസ്റ്ററുടെ അസിസ്റ്റന്റ് ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് കമ്പോസ് ചെയ്യുമ്പോൾ അവൻ വന്ന് സ്റ്റൈലായിട്ട് ഇങ്ങനെ ചാടി ഇങ്ങനെ നിൽക്കുമ്പോൾ മാസ്റ്റർ വന്നിട്ട് ഇങ്ങനെയല്ലടാ, ഇതെന്താ സൂപ്പർ ഹീറോ പടമാ എന്ന് പറഞ്ഞിട്ട് മാസ്റ്റർ അത്ര ആ ഒരു പോസ്റ്റർ വരരുതെന്ന് പറഞ്ഞിട്ട് വീഴാൻ പോണ പോലെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്റ്റൈല് വന്നാൽ മാസ്റ്റർ അത് കട്ട് ചെയ്തിട്ട് റീടേക്കാണ് പോകണം. അപ്പം അത് കാരണം എനിക്ക് വലിയ എളുപ്പം വരുന്നത്. അല്ല, ഇതിലും പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. 3 പുതുമുഖ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഇവിടെ. എന്നെ ഫസ്റ്റ് കണ്ടപ്പോഴേ ചോദിച്ചെന്ന സീറ്റ് இந்த அங்கிள் வயறக்கு வச்சுட்டு என்ன பண்ண போறது? മാസ്റ്റർ പീറ്ററിന്റെ ഫൈറ്റ് ചെയ്യാൻ ടെൻഷൻ ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് അതിനേലും ടെൻഷൻ വിദ്യയുടെ കൂടെ ബൈക്കിൽ പോകാനാണ്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. തന്നെത്താനെ പഠിച്ചു, ഉരുണ്ടടിച്ച് വീഴൊക്കെ ചെയ്തു. എന്നാലും പിന്നീട് പഠിച്ച് ഇനിയിപ്പോൾ ഏത് ബൈക്ക് ഓടിക്കുന്ന വേഷം ചെയ്യാൻ റെഡി ആയിട്ടായിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന കരാട്ട അറിയുന്ന കുട്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ ചെയ്യാത്തൊരു കാര്യം ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഫൈറ്റിന്റെ സീക്വൻസ് ഒക്കെ ലാസ്റ്റ് പ്ലാനിൽ വന്നപ്പോൾ പീറ്റർ വന്നപ്പോൾ ഉള്ള മാറ്റങ്ങളാണ്. അത് നമ്മൾ സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഇല്ല, പക്ഷെ ഇങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മെയിനായിട്ട് പറഞ്ഞത് ഫസ്റ്റ് ഇൻട്രോയിൽ വരുന്ന ആ കരാട്ടെ വരുന്ന സീനാണ്. അപ്പോൾ അതിനുവേണ്ടി ട്രെയിനിങ് എടുക്കാം എന്നുള്ളൊരു തോട്ടാണ് ഫസ്റ്റ് കേട്ടപ്പോൾ തോന്നിയത്. ശ്രീതാരനും വിഷ്ണുവിനും അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ ടീം എന്നെ അത് വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അതിന്ന് തിയേറ്ററിൽ എത്തി വർക്കായി. ഇപ്പോൾ ഫസ്റ്റ് ആ വാക്ക് കേട്ടപ്പോൾ ഞെട്ടിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ സന്തോഷമുണ്ട്. എല്ലാവർക്കും തിയേറ്ററിൽ കാണുമ്പോൾ അത് എക്സ്പീരിയൻസ് പറ്റും, വർക്കാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.